ഹായ് ജിനു. ഒരിടത്ത് കാട്ടിലെ രാജാവായ സിംഹം ഒരു വേട്ടക്കാരൻ്റെ കുഴിയിൽ പെട്ടുപോവാണ്. അപ്പം അങ്ങനെ പെട്ട് കിടക്കുമ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരു ട്രീയിൽ ഒരു കുരങ്ങൻ ഇരുന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഓ നീ വലിയ രാജാവല്ലേ, കാട്ടിലെ രാജാവല്ലേ, നീ ഇതേ ഒരു കുഴിയിൽ പെട്ടുപോയല്ലോ, ഇനി നിന്നെ രക്ഷിക്കാൻ ആരാ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കുഴിയിൽ പെട്ടുപോയി കിടക്കുന്ന സിംഹം രാജാവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സിംഹത്തിനറിയാം തനിക്ക് ഒരു രക്ഷയുമില്ല, കാരണം ഈ കുഴിയിൽ പെട്ട് കിടക്കാണ്, ആരും എന്നെ രക്ഷിക്കാൻ വരത്തില്ലെന്ന് മനസ്സിലാക്കിയ സിംഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഭയങ്കര ഒരു കാറ്റ് വരികയാണ്. വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ കുരങ്ങിരുന്ന ട്രീയുടെ ബ്രാഞ്ച് മുറിഞ്ഞ് നേരെ സിംഹം കിടക്കുന്ന കുഴിയിലേക്ക് വീണുപോയി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, കുരങ്ങ് വീണത് സിംഹത്തിൻ്റെ വായിൽ തന്നെയാണ്. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ഇതുപോലാണ് നമ്മളും പലരും വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷെ ചില സമയത്ത് നമുക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രയാസത്തിൽ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ കളിയാക്കാനോ അവരെ താത്ത് കാണാനോ ഒന്നും നോക്കരുത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലെ പ്രളയങ്ങളൊക്കെ വന്ന സമയത്ത് എത്രയോ വലിയ കാശുകാരും അതുപോലെ തന്നെ പദവിയിലുള്ള ആൾക്കാരും ഒക്കെ ഈ ഒരു പ്രളയത്തിൽ പെട്ടിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടല്ലേ. ഇപ്പം നമുക്കറിയാൻ പറ്റില്ല എപ്പോൾ ആർക്ക് എന്താണ് വരുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ കഷ്ടതയിലുള്ള ആൾക്കാരെ, ബുദ്ധിമുട്ടി കിടക്കുന്ന ആൾക്കാരെ നോക്കി നമ്മൾ കളിയാക്കാതെ അവരെ നമ്മൾ ഒന്നുകൂടെ പിടിച്ചു നിർത്തുക. കാരണം നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. മലന്നു പോകുന്ന കാക്കയും കൊണ്ടും ഗുണമുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അതുപോലാണ് പലരും ഈ ജീവിതത്തിൽ നമുക്ക് സഹായമായിട്ട് വരുന്നത്. കാരണം ഒരിക്കലും നമ്മൾ കഷ്ടതയിൽ നിൽക്കുന്ന ആൾക്കാരെ, ബുദ്ധിമുട്ടിൽ പോകുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും അവരെ കളിയാക്കാനോ അവരെ ഉപേക്ഷിക്കാനോ നോക്കരുത്. ബി ഹാപ്പി ഫോർ എവർ.